Hi friends, welcome back to our channel. രണ്ടാം ക്ലാസ്സിന്റെ മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 4 ഗിഫ്റ്റ് ബോക്സ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എടുക്കാനുള്ളത് നാലാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഗിഫ്റ്റ് ബോക്സ് എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. അപ്പോൾ ഇതിന്റെ മുന്നേയുള്ള എല്ലാ യൂണിറ്റും ഇംഗ്ലീഷ് മീഡിയവും അതുപോലെ തന്നെ മലയാളം മീഡിയവും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഗിഫ്റ്റ് ബോക്സിന്റെ തന്നെ മലയാളം മീഡിയവും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഫിസിൻ ആൻഡ് ഫിസ ആർ വെയിറ്റിംഗ് ഫോർ ദെയർ അങ്കിൾ. അപ്പോൾ എന്താണ്, രണ്ട് ക്യാരക്ടറാണ്. ഫിസിനും അതുപോലെ ഫിസയും എന്ത് ചെയ്യാണ്, അങ്കിളിനെ വെയിറ്റ് ചെയ്യാണ്. ഹിയർ ഈസ് അങ്കിൾ ബോട്ട് സം ഗിഫ്റ്റ് ടു. അപ്പോൾ എന്താണ്, അങ്കിൾ കുറച്ച് ഗിഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ് ഫിസിനും ഫിസയും. ഓക്കെ, വാട്ട് ഈസ് ഇൻ ദ ബോക്സ്? എന്താണ് ബോക്സിൽ, നമുക്ക് നോക്കി നോക്കാം. ഹേ സി, ഇറ്റ്സ് ലുക്ക് ലൈക്ക് എ സ്മോൾ ഹൗസ്. അപ്പോൾ എന്താണ്, ഒരു ചെറിയ വീട് പോലെ ഉണ്ടല്ലോ. വി ക്യാൻ കീപ് അവർ കോയിൻസ് ആൻഡ് നോട്ട്സ് ഇൻ ദിസ്. അപ്പോൾ എന്താണ്, നമ്മൾ പൈസ ഒക്കെ ഇട്ട് വെക്കുന്ന ഒരു കുടുക്കയാണ്, വീടിന്റെ മോഡലുള്ള ഒരു കുടുക്കയാണ് മാമൻ ഇവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ബോത്ത് ഓഫ് ദം കൗണ്ടഡ് ദെയർ കോയിൻസ് ആൻഡ് നോട്ട്സ്. അപ്പോൾ അവർ രണ്ടുപേരും എന്താണ്, അവരുടെ കോയിൻസും നോട്ട്സും ഒക്കെ കൗണ്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഹൗ മച്ച്, അപ്പോൾ എത്ര ഉണ്ട് ഫിസിന്റെ കയ്യിലും ഫിസയുടെ കയ്യിലും എത്ര കോയിൻസ് ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതറിയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, അത് കൗണ്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഫിസിന്റെ ആദ്യം നോക്കാം. 10 രൂപ ഉണ്ട്, ദെൻ ഒരു 5 രൂപ, പിന്നെ ഒരു 10 രൂപയുണ്ട്, പിന്നെ ഒരു 5 രൂപ ഉണ്ട്, പിന്നെയും ഒരു 5 രൂപ ഉണ്ട്, പിന്നെ ഒരു 2 രൂപ ഉണ്ട്, പിന്നെ 1 രൂപ ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര രൂപ ഉണ്ട്? 5, 10, 12, 12ഉം 13, ബാക്കി 1ഉം 23. അപ്പോൾ ഫിസിന്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? 23. അപ്പോൾ കൂട്ടുകാർക്ക് 23 കിട്ടുന്നുണ്ടോ എന്ന് നോക്കി നോക്കിയേ. 23 നമുക്ക് കിട്ടും. ഇത് വേറൊരു മെത്തേഡിലും കൂടി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതെങ്ങനെയാണ്? അത് ജസ്റ്റ് ഇവിടെ 10 അല്ലേ, 10 + 10 20. 23 ആണോ? എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടല്ലോ അല്ലേ. 23 അല്ല, 1 2 3 33 ആണ് വരിക. ആൻസർ 33 ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കി നോക്കാം. 10 ഇവിടെ ഉണ്ട്, 10 + 10 20, 20 + 5 25, 25 + 5 30, 30 + 2 32, 32 + 1 33. അപ്പോൾ ഫിസിന്റെ കയ്യിൽ എത്ര കോയിൻ ഉണ്ട്? 33 കോയിൻസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഫിസയുടെ കയ്യിൽ എത്ര കോയിൻ ഉണ്ട് നോക്കി നോക്കാം. ഫിസയുടെ കയ്യിൽ 50 രൂപ ഉണ്ട്, പിന്നെ ഒരു 5 രൂപ ഉണ്ട്, പിന്നെ ഒരു 5 രൂപ ഉണ്ട്, പിന്നെ 1 രൂപ 1 രൂപ. അപ്പോൾ ഇപ്പം എത്രയായി? 5 ഉം 5ഉം 10, 11, 12, ബാക്കി 1 62. അപ്പോൾ ഫിസയുടെ കയ്യിൽ എത്ര കോയിൻസ് ഉണ്ട്? 62 കോയിൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കിയാം. വാട്ട് ഓൾ നോട്ട്സ്? We have notes of 5, 10 and 15. What other notes are there? അപ്പോൾ വേറെ എന്തൊക്കെ നോട്ട്സ് ഉണ്ട്? അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള നോട്ട് എന്താ? 5ന്റെ നോട്ട്, 10ന്റെ നോട്ട്, 50ന്റെ നോട്ടൊക്കെയാണ്. ഇനി വേറെ എന്തിൻ്റെ ഒക്കെ നോട്ട് ഉണ്ടായിരിക്കാം? ഉണ്ട്, നമുക്കറിയാവുന്ന 1ന്റെ കോയിൻ ഉണ്ട്, 1ന്റെ നോട്ട് ഉണ്ട്, ദെൻ 10 20ന്റെ ഉണ്ട്, ദെൻ 100ന്റെ ഉണ്ട്, 200ന്റെ ഉണ്ട്, 500ന്റെ ഉണ്ട്, 2000ന്റെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ നോട്ടുകളൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് എന്താ? ഹൗ മച്ച്? Find the total amount in each set and connect to the number. അപ്പോൾ എന്താണ് പറയുന്നത്? ഇവിടെ കുറച്ച് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, അത് കണക്ട് ചെയ്യാനാണ്. ഞാൻ സ്ക്രീൻ ഒന്ന് ചെറുതാക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ എത്രയാണ്? 10 + 10, 10 + 10 എത്രയാണ്? 20 ആണ്. അപ്പോൾ ഇതിൽ 20 വരുന്നോടത്തേക്ക് ഇത് വരക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഇത് എത്രയാണ്? 10, 20, 30, 40, 50, 10, 20, 30, 40, 50. അപ്പോൾ ഇത് 50 കാണുന്നിടത്തേക്ക് വരക്കുക. ഓക്കെ,
ഇനി ഇത് എത്രയായിരിക്കും? 10, 20, 30, 40, 50, 60, 70, 80, 90 കഴിഞ്ഞ എത്രയാണ്? 100. അപ്പൊ ഇത് എത്രയാണ്? 100 ആണ്. അപ്പൊ നമ്മൾ നേരെ 100ലേക്ക് വരച്ചു. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇത് എത്ര വരും? 10, 20, 30. അപ്പൊ നമ്മൾ ഇങ്ങനെ 30ക്ക് വരക്കുക. 10, 20, 30, 40. ഇത് എത്രയാണ്? 40. ഓക്കെ, അപ്പൊ ഇത് അറിയാത്തവർ എന്ത് ചെയ്യുക? ഇപ്പൊ ഇവിടെ 4 എണ്ണല്ലേ, അപ്പൊ നമ്മൾ ഇങ്ങനെ 4 പ്രാവശ്യം 10 നമ്മൾ കൂട്ടി നോക്കുക. അപ്പോഴും നമുക്ക് എത്ര കിട്ടും? 14 കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഫിസിൻ ആൻഡ് ഫിസ went to the town with their uncle. അപ്പൊ അങ്കിളിന്റെ കൂടെ ഫിസിനും ഫിസയും എന്താണ്? ടൗണിലേക്ക് പോയി. അവിടെ ATMയിലേക്കാണ് പോയത്. അപ്പൊ ATMയിൽ നിന്ന് കിട്ടിയ നോട്ട്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹൗ മെനി 100 rupee നോട്ട്? അപ്പൊ ഇതിൽ എത്ര 100 rupee നോട്ട് ഉണ്ട്? 1, 2, 3, 4, 5. എത്രയാണ്? 5 എണ്ണം ഉണ്ട്. ഓക്കെ, ഇനി അതിൽ ഹൗ മെനി 200 rupee നോട്ട്? എത്ര 200 rupee നോട്ട് ഉണ്ട്? 1, 2, 3. എത്രയാണ്? 3. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ചേഞ്ചിങ് മണി. ദേ വെന്റ് ടു ദ മാർക്കറ്റ് ഇൻ ആൻ ഓട്ടോറിക്ഷ. അവർ ഓട്ടോറിക്ഷയിലാണ് മാർക്കറ്റിലേക്ക് പോയത്. അപ്പോൾ കുറച്ച് നോട്ട്സ് ഗോട്ട്, അവർക്ക് കിട്ടിയിട്ടുള്ള നോട്ട്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡു യു ഹാവ് ചേഞ്ച് ഫോർ എ 100 rupee നോട്ട്? അപ്പോൾ എന്താണ്? അങ്കിള് മാമൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ എന്താ 100 രൂപയ്ക്ക് ചേഞ്ച് ഉണ്ടാവുമോ എന്ന് ചോദിക്കുകയാണ്. ഹൗ മെനി 10 rupee നോട്ട്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ 100 രൂപയ്ക്ക് എത്ര 10 രൂപ കൂട്ടിയാലാണ് 100 ആവുക? അതായത് 10ന്റെ എത്ര നോട്ടുകൾ വെച്ചാലാണ് നമുക്ക് 100 രൂപ ആക്കാൻ പറ്റുക? എത്ര 10ന്റെ 10 എത്ര നോട്ടുകൾ വേണം? 10 എണ്ണം. 10 rupee നോട്ട്സ് ആണ് എന്തുണ്ടാക്കുക? 100 ഉണ്ടാക്കുക. ഓക്കെ, വഴി നോക്കിയേക്കാം. ഇത് എത്രയാണ്? ഇത് 10 പ്രാവശ്യം നമുക്ക് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇത് 10 പ്രാവശ്യം കൂട്ടിയാലാണ് നമുക്ക് എത്ര കിട്ടുക? 100 കിട്ടുക. ഓക്കെ, ഇനി നമുക്ക് എന്താ? വാട്ട് ഇഫ് ഇറ്റ് ഇൻ 20 rupee നോട്ട്? അപ്പൊ 20 rupee നോട്ടാണെങ്കിലോ? 20 rupee നോട്ടാണെങ്കിലോ? 10 rupee നോട്ടാണെങ്കിൽ 10 എണ്ണം ചേർന്നാലാണ് 100 കിട്ടുക. അപ്പൊ 20 rupee നോട്ടാണെങ്കിലോ? 5 എണ്ണം ചേർന്നാൽ നമുക്ക് 100 കിട്ടും. നമുക്ക് വേണമെങ്കിൽ നോക്കിയാക്കാം. 20, 20, 20, 20, 20. എത്ര എണ്ണമായി? 1, 2, 3, 4, 5 എണ്ണമായി. 2, 2, 4, 4, 2, 6, 6, 2, 8, 8, 2, 10. അപ്പൊ എത്ര 20 rupee നോട്ട് വേണം? 5 20 rupee നോട്ട് വേണം. ഓക്കെ, വാട്ട് ഇഫ് ഇറ്റ് ഇൻ 5 rupee നോട്ട്? അപ്പൊ 5 rupee നോട്ടാണെങ്കിലോ? 10 rupee നോട്ടാണെങ്കിൽ 10 എണ്ണം ചേർന്നാൽ 100 ആവും. 20 rupee നോട്ടാണെങ്കിൽ 5 എണ്ണം ചേർന്നാൽ 100 ആവും. അങ്ങനെയാണെങ്കിൽ 5ന്റെ എത്ര എണ്ണം വേണം? 5ന്റെ 20 എണ്ണം വേണം. ഓക്കെ, എത്ര എണ്ണം വേണം? 5ന്റെ വാട്ട് ഇഫ് ഇറ്റ് ഇൻ 5 rupee നോട്ട്? അപ്പൊ 5 rupee നോട്ടാണെങ്കിൽ എത്ര എണ്ണം വേണം? 5ന്റെ 20 എണ്ണം ആയാലാണ് എത്ര ആവുള്ളൂ? 100 ആവുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഗ്രാൻഡ് ഡിസ്കൗണ്ട്. ഫിസിൻ, ഫിസ ആൻഡ് അങ്കിൾ went to the toy shop. അപ്പൊ ഫിസിനും ഫിസയും അങ്കിളും എങ്ങോട്ട് പോയി? ടോയ് ഷോപ്പിലേക്ക് പോയി. ഹാഫ് പ്രൈസ്. ദിസ് സിമ്പിൾ മീൻസ് റുപ്പി. അപ്പൊ നമ്മൾ പുതിയ ഒരു സിമ്പിൾ പഠിക്കുകയാണ്. ഇങ്ങനെ മേലെ ഒരു വര വരച്ചിട്ട് ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വരച്ചാൽ ഇതിനെ പറയുന്ന പേരാണ് എന്ത്? റുപ്പി. എന്താണ്? റുപ്പി. എങ്ങനെയാണ്? മേലെ ഒരു വര, പിന്നെ ഒരു ഇങ്ങനെ ഇങ്ങനെ, ഇതാണ് എന്ത്? റുപ്പി. അപ്പൊ നമുക്ക് നോക്കി വെക്കാം. ഫിസിൻ bought a doll priced to 14 rupees. അപ്പൊ ഫിസിൻ എന്ത് ചെയ്തു? 40 രൂപ വിലയുള്ള ഒരു ഡോള് മേടിച്ചു. ഹൗ മച്ച് ഷുഡ് ദേ പേ? അങ്ങനെയാണെങ്കിൽ അവർ എത്ര രൂപ കൊടുക്കണം? നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്കൗണ്ട് ആണ്, പകുതി വില കൊടുത്താൽ മതി. ഹാഫ് പ്രൈസ് ആണ്. അപ്പൊ 14 രൂപയുടെ സാധനം കൊടുത്താൽ നമ്മൾ എത്ര കൊടുത്താൽ മതി? 40ന്റെ പകുതി. 40ന്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20. അപ്പൊ 20 രൂപ കൊടുത്താൽ മതി. Look at the prices of other items. How much should they pay? അപ്പൊ എന്താണ്? കുറച്ച് പ്രൈസസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ തന്നിരിക്കുന്ന പ്രൈസിന്റെ ഹാഫ് പ്രൈസ് മാത്രം നമ്മൾ കൊടുത്താൽ മതി. അപ്പൊ 10 രൂപയാണെങ്കിൽ 10ന്റെ പകുതി എത്രയാണ്? റുപ്പീസ് 5 രൂപ നമ്മൾ കൊടുത്താൽ മതി.
20 ആണെങ്കിൽ 10 രൂപ, 100 ആണെങ്കിലോ 100ന്റെ പകുതി എത്രയാണ് 50. ഇനി 50ന്റെ പകുതി എത്ര 25, 40ന്റെ പകുതി എത്രയാണ് 20. ഓക്കെ, അപ്പൊ പകുതി ഇങ്ങനെയാണ്. അപ്പൊ ഇനി നമ്മൾക്ക് വേറൊരു കാര്യം പഠിക്കാം. Twice 5 rupee is 10. അതായത് 5ന്റെ ഇരട്ടി എന്ന് പറയുന്നത് 10 ആണ്. 5ന്റെ ഇരട്ടിയെയാണ് നമ്മൾ twice എന്ന് പറയുക. 5ന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 10. അതുപോലെ തന്നെ എന്താണ് 10ന്റെ ഹാഫ്? 10ന്റെ പകുതിയാണ് എത്ര 5. അപ്പൊ നമ്മൾ പുതിയ ഒരു കാര്യം പഠിച്ചു. 5ന്റെ ഡബിൾ ആണ് 10, 10ന്റെ പകുതിയാണ് 5. ഓക്കെ, ഇനി നമ്മൾ വേറൊന്ന് പറയുമ്പോഴോ 50ന്റെ ഡബിൾ ആണ് എത്ര 100. അങ്ങനെയാണെങ്കിൽ 100ന്റെ ഹാഫ് എന്തായിരിക്കും? 100ന്റെ ഹാഫ് 50 ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. പ്രൈസ് ഓഫ് ടോയ്സ്. അപ്പൊ എന്താണ് ഈ ടോയ്സിന്റെ പ്രൈസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം എന്താ ഇതിന്റെ പ്രൈസ് നമുക്ക് എന്താണ്? ഫിസിൻ മേടിച്ച ഇതിന്റെ പ്രൈസ് എത്രയാണ്? നമുക്ക് ഇവിടെ നോക്കാം. 50 രൂപയുടെ ഐറ്റം ആണ്. നമുക്ക് എന്ത് കൊടുത്താൽ മതി? പകുതി വില കൊടുത്താൽ മതി. അപ്പൊ 50ന്റെ പകുതി എത്ര? 25 രൂപ കൊടുത്താൽ മതി. ഇനി അടുത്തത് പ്ലെയിൻ ആണ്. പ്ലെയിനിന് എത്ര രൂപ? 100 രൂപയാണ്. അപ്പൊ 100ന്റെ പകുതി എത്ര കൂട്ടുകാരെ? 50. ഇനി അടുത്തത്, അപ്പൊ ഇവിടെയും നമുക്ക് എഴുതാം 50. ഇനി ബോൾ ആണ്. ബോളിന് 10 rupees ആണ്. 10ന്റെ പകുതി 5 ആണ്. അപ്പൊ 5 മതി. ഇനി ഡക്കിന് എത്ര നോക്കൂ. ഡക്കിന് 20 ആണ്. സോ എത്ര മതി? 10 മതി. ഇനി റാബിറ്റിന് എത്രയാ? 14 ആണ്. 14ന്റെ പകുതി 20 മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര റുപ്പീസ് വരും? നമുക്ക് ഫിസിന്റെ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. ഫിസിൻ 25, 50, 5, 5 10, ബാക്കി 1, 2, 3, 3 കഴിഞ്ഞാൽ 4, 5, 6, 7, 8. എത്ര രൂപ ഫിസിന്റെ വന്നു? ഫിസിന്റെ ഇപ്പൊ എത്ര രൂപ വന്നു നോക്കി നോക്കൂ. 80 rupees. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫിസ നോക്കി നോക്കാം. ഫിസയുടെ എത്ര രൂപ വരും? 10, 20, 50, 5, 10, 20, 50 and 5. 5 ഇറക്കിട്ടു. 5, 6, 7, 18. എത്രയാണ്? 85 ആണ്. Whose toys cost more? അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ടോയ്സ് വാങ്ങിയിട്ടുള്ളത് ആരാണ്? ഫിസയാണ്. ഫിസക്കാണ് ഏറ്റവും വില കൂടുതൽ. What are the toys that can be brought for 70 rupees? അപ്പൊ 70 രൂപയ്ക്ക് അവർക്ക് എന്തൊക്കെ ടോയ്സ് അവർക്ക് മേടിക്കാനായിട്ട് സാധിക്കും? അപ്പൊ എന്താണ് 70 രൂപയ്ക്ക് അവർക്ക് എന്തൊക്കെ ടോയ്സ് മേടിക്കാനായിട്ട് സാധിക്കും? അപ്പൊ എന്തൊക്കെ മേടിക്കാം? നമുക്കൊരു വിമാനം 50 രൂപയായി. പിന്നെ ഒരു ടോയ് എത്രയാ? 70, 5, 6, 7, അത് 75 ആവും. നമുക്ക് എന്തൊക്കെ മേടിക്കാം? 70 രൂപയ്ക്ക് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രൈസ് ലിസ്റ്റ്. അപ്പോൾ 70 രൂപയ്ക്ക് നമുക്ക് എന്തൊക്കെ മേടിക്കാം? ഓക്കെ, അപ്പൊ 70 രൂപയ്ക്ക് നമുക്കൊരു വിമാനം മേടിക്കുകയാണെങ്കിൽ 50 രൂപയാകും. പിന്നെന്താ? പിന്നെ ഒരു ഡക്ക് മേടിക്കുകയാണെങ്കിൽ 10 rupees ആവും. പിന്നെ നമുക്ക് 10 rupees എക്സ്ട്രാ ഉണ്ട് അല്ലേ? അപ്പൊ നമുക്കൊരു വിമാനവും ഒരു മുയലും കൂടി മേടിച്ചാലോ 50 + 20 എത്രയാണ്? 70. അപ്പൊ നമുക്ക് എന്ത് മേടിക്കാം? വിമാനവും ഒരു മുയലിന് നമുക്ക് മേടിക്കാം. അപ്പൊ എന്താണ്? നമുക്കൊരു എയറോപ്ലെയിനും മേടിക്കാം, ഒരു റാബിറ്റ് ടോയും മേടിക്കാം. അപ്പൊ എത്രയായി? ടോട്ടൽ 70 ആയി. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. മണി മാറ്റേഴ്സ്. അപ്പൊ എന്താണ്? ആഫ്റ്റർ 1 month, Fisin and Fisa open their savings box.
they counted the money. അപ്പോൾ ഒരു മാസത്തിന് ശേഷം അവർ അവരുടെ സേവിങ്സ് ബോക്സ് തുറന്നിട്ട് അതിലുള്ള പൈസ കണക്ക് കൂട്ടുകയാണ്. 21 rupee coins adds up to 20 rupees. അപ്പോൾ എന്താണ് 20 പ്രാവശ്യം ഒരു റുപ്പി കോയിൻ ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും 20 രൂപയാവും. 101 rupee coins makes how many rupees? അങ്ങനെയാണെങ്കിൽ 101 rupee coin എന്തുണ്ടാക്കും 100 രൂപ ഉണ്ടാക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. To make 200 rupees, how many 1 rupee coins are needed? അപ്പൊ നമ്മൾ പറഞ്ഞു 20 പ്രാവശ്യം ഒരു രൂപ ഉണ്ടെങ്കിൽ 20 രൂപയാവും. അങ്ങനെയാണെങ്കിൽ 200 ആവാൻ എത്ര ഒരു രൂപ വേണം? 200 ഒരു രൂപ. 200 1 rupee coin ഉണ്ടായിരുന്നെങ്കിൽ അത് എത്രയാവും? 200 ആവും. Okay. ഇനി how many 10 rupees are needed to make 15? 50 ആക്കാൻ എത്ര 10 രൂപ വേണം? എത്ര വേണം? 5 എണ്ണം. 5 10 rupees coins rupees makes 50 rupees. എത്രയാണ്? 5 എണ്ണം. ഇനി അടുത്തത് 100 രൂപയാകാൻ എത്ര 10 രൂപ വേണം? How many 10 rupees are needed to make 100 rupees? എത്രയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു എത്രയാണ്? 10. How many 10 rupees are needed to make 200? അപ്പോൾ 10 rupee നോട്ട് 10 എന്നായാൽ 100 ആകും. അപ്പോൾ 10 rupee നോട്ട് 200 ആക്കാൻ എത്ര വേണം? ഈ 1 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? 20 വരും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കി നോക്കാം. അപ്പൊ എന്താണ്? ഷോബിൻ ചേഞ്ച് 100 rupee നോട്ട്. ഷോബിൻ എന്ത് ചെയ്തു? ഒരു 100 രൂപയുടെ നോട്ട് ചേഞ്ച് ചെയ്തു. ഹി ഗോട്ട് ദ നോട്ട്സ് ഷോൺ എബവ്. അപ്പൊ ഇത്രയും നോട്ട്സ് ആണ് ചേഞ്ച് ചെയ്തപ്പോൾ ഷോബിന് കിട്ടിയത്. ഹൗ മെനി ഓഫ് ഈച്ച് ക്യാൻ ഇറ്റ് ബി? അപ്പൊ ഇതിന്റെ എത്ര നോട്ട് ഉണ്ടായിരിക്കും? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു 50 രൂപ വെച്ച് വെക്കാം. കാരണം 2 50ന്റെ നോട്ട് നമുക്ക് വെക്കാൻ പറ്റില്ല. കാരണം ഇതെല്ലാതും കൂടി നമുക്ക് അതിൽ 100 രൂപയുടെ ചേഞ്ചിൽ ഇതെല്ലാതും ഉണ്ടാവണം. അപ്പൊ 2 50 ആയാൽ എന്താവും? 50 + 50 അപ്പം തന്നെ 100 ആകും. അപ്പൊ നമുക്ക് അവിടെ 1 വെച്ച് നോക്കാം. എന്നിട്ട് നമുക്ക് ഇപ്പൊ 50 ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു 20 വെച്ചിട്ട് എത്രയായി എന്ന് നോക്കാം. എത്രയായി? അപ്പോൾ 70 ആയി. ഓക്കെ, ഇപ്പൊ എത്രയായി? 70 ആയി. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ ഒരു 20 നമ്മൾ എടുത്തു. അപ്പൊ നമ്മളിവിടെ 1 ഇട്ട് കൊടുത്തു. അപ്പൊ ഇനി നമുക്ക് 10 വേണം, 5 വേണം. അപ്പൊ എന്ത് ചെയ്യാം? നോക്കി നോക്കൂ. ഇനി 30 രൂപ കൂടി കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 100 കിട്ടും. ഓക്കെ, അപ്പൊ 3 10 വെച്ചാൽ നമുക്ക് എന്ത് കിട്ടില്ല? 5 രൂപയുടെ റുപ്പി ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 2 എണ്ണം 10 രൂപ ആക്കാം. അപ്പൊ എത്രയായി? 90 ആയി. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? 5 + 5 ചെയ്യുക. ഇപ്പൊ എത്ര കിട്ടും? 100 ചെയ്യും. 100 കിട്ടും. അപ്പൊ 5 രൂപയുടെ എത്ര വെക്കുക? 2 എണ്ണം വെക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം സേവിങ്സ്. ഫിസിൻ. അപ്പൊ ഇവിടെ സേവിങ്സ് ആണ്. നമുക്ക് നോക്കി വെക്കാം. 1 rupee coins 10. അപ്പൊ 1 രൂപയുടെ 1 rupee coins എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം ഉണ്ട്. 1 rupee coins 10. അപ്പൊ 10 ആയി. ഇനി 5 rupee coins 3. 5 റുപ്പീന്റെ എത്രയാണ്? 3 കോയിൻസ് ഉണ്ട്. അപ്പൊ 5 + 5 + 5 എത്രയാണ്? 15. 50. ഇനി എന്താ? 10 rupee notes 2. 2 10 രൂപ നോട്ടുകൾ. അപ്പൊ എത്രയായി? 20 ആയി. 50 rupee നോട്ട് 1. 50 രൂപ 50 രൂപയുടെ ഒരു നോട്ട്. അപ്പൊ എത്രയാണ്? 50 രൂപ തന്നെ. അപ്പൊ ഇപ്പൊ ടോട്ടൽ ഫിസയുടെ കയ്യിൽ എത്രയായി? 10 + 15 + 20 + 50. ഓക്കെ, 5 ഇറക്കിട്ടു. 5 6 7 8 9 എത്രയായി? 95 ആണ് ടോട്ടൽ ഫിസയുടെ കയ്യിലുള്ളത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഫിസിന്റെ കയ്യിൽ എത്ര ഉണ്ടാവും? നമുക്ക് നോക്കി നോക്കാം. 5 rupee നോട്ട് 1. അപ്പൊ 5 രൂപയുടെ ഒരു നോട്ട്. 5 rupee coin 4. 5 രൂപയുടെ 5 rupee coin 4. അപ്പൊ എന്താണ്? 5 രൂപയുടെ 4 കോയിൻസ് ഉണ്ട്.
അപ്പൊ എത്രനായി 20 ഇവിടെ എഴുതാം 5 20 10 rupee notes 5 അപ്പൊ 10 രൂപയുടെ 5 നോട്ട് ഉണ്ട് അപ്പൊ എത്രയായി 50 അപ്പൊ ടോട്ടൽ ഇപ്പൊ ഫിസിന്റെ കയ്യിൽ എത്രയാണ് നോക്കൂ 50 20 5 5 ഇറക്കിട്ടു 5 കഴിഞ്ഞാൽ 6 7 എത്രയാണ് 75 rupees ആണ് ഫിസിന്റെ കയ്യിലുള്ളത് who has saved more അപ്പൊ ആരാണ് കൂടുതൽ സേവ് ചെയ്തത് ഫിസ how much more എത്ര രൂപ കൂടുതൽ സേവ് ചെയ്തു അത് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി 95 മൈനസ് 75 ചെയ്താൽ മതി 7 കഴിഞ്ഞാൽ 8 9 അപ്പൊ 20 rupees more ആര് സേവ് ചെയ്തു ഫിസ സേവ് ചെയ്തു ഇനി എന്താ ന്യൂസ്പേപ്പർ ആർട്ടിക്കിൾ നീഡ് ഹെൽപ്പ് എ യങ് വുമൻ വിത്ത് liver disease admitted to a hospital seeks aid അപ്പൊ എന്താണ് ഒരു യങ് വുമന് ഒരു ലിവർ ഡിസീസ് വന്നു അപ്പൊ അവരെ ഹെൽപ്പ് ചെയ്യാനാണ് how about giving her some from our savings of course അപ്പൊ ഫിസ പറയാണ് നമ്മുടെ സേവിങ്സിൽ നിന്ന് കുറച്ച് രൂപ അവർക്ക് കൊടുത്താലോ എന്ന് പറയാണ് ഫിസിൻ ആൻഡ് ഫിസ send their 10 rupee notes and 5 rupee notes അപ്പൊ ഫിസിനും ഫിസയും അവരുടെ കയ്യിലുള്ള 10 രൂപ നോട്ടുകളും 5 രൂപ നോട്ടുകളും ആണ് ഇവർക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് 10 രൂപ നോട്ടുകളും 5 രൂപ നോട്ടുകളും അപ്പൊ എത്രയാണ് ഫിസയുടെ കയ്യില് 5 rupee coins 3 അപ്പൊ ഫിസ നമുക്ക് ഇവിടെ എഴുതാം 10 രൂപയുടെ നോട്ടും 5 രൂപയുടെ നോട്ടും മാത്രമാണ് അവർ കൊടുക്കുന്നുള്ളൂ അപ്പൊ ഫിസയുടെ എന്താ 1 rupee coins 10 അപ്പൊ ഇത് വേണ്ട അതെന്താ 5 rupee coins 3 അപ്പൊ അത് വേണം 5 രൂപയുടെ 3 coins അപ്പൊ 15 രൂപയായി ഇനി 10 രൂപയുടെ 2 നോട്ട് ഉണ്ട് അപ്പൊ എത്രയായി 20 അപ്പൊ ഫിസ ടോട്ടൽ എത്രയാ 35 രൂപ കൊടുക്കും then ഫിസിനാണെങ്കിലോ 5 rupee നോട്ട് 1 ഒരെണ്ണം ഉണ്ട് 5 rupee coins 4 എത്രയാണ് 5 rupee coins 4 എണ്ണം ഉണ്ട് 5 rupee notes 1 ഉണ്ട് then 5 rupee coin എത്രയുണ്ട് 4 എണ്ണം ഉണ്ട് അപ്പൊ എത്ര 20 ആയി then 10 rupee notes 15 ആണ് അപ്പൊ എത്രയാ ടോട്ടൽ എത്ര 75 അപ്പൊ 75 plus 35 75 plus 35 എത്രയാ 5 5 10 ബാക്കി 1 7 8 9 10 11 അപ്പൊ ടോട്ടൽ എത്രയാണ് 110 രൂപ അവരെന്ത് ചെയ്തു അവര് രണ്ടുപേരും കൂടെ കൊടുത്തു ഓക്കെ അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഈ ലെസണിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്